അപ്പോൾ ഇതാണ് രാജ് പ്രിൻസിൻ്റെ വിശേഷങ്ങൾ പറയാം. രാജ് പ്രിൻസിൻ്റെ കുറച്ച് ഷോ വിന്നിങ് വീഡിയോസും കൂടെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. इधर लगा ऐसे थोड़ा ऊपर थोड़ा अब ज्यादा तो जाने दे. മോനെ ഇവിടെ വാ ഇവിടെ വാ. Sweetheart. Kesar. അപ്പം നമ്മളിന്ന് നമ്മുടെ ഹരിബായുടെ ഫാമിലാണ്. ഹരിബായുടെ ഫാം എന്ന് പറയുമ്പോഴത്തേക്കും ഹോഴ്സ് ഫാം അത്യാവശ്യം ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോഴ്സ് ഫാമാണ്. ഹോഴ്സിനെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. അതെ അതെ. അപ്പം നമ്മൾ വന്നത് വേറെ ഒന്നിനുമല്ല, ഇതാ ഈ ഫില്ലി ഉണ്ടല്ലോ, ഇത് ഫീമെയിലാണ്. ഇത് കേസറിൻ്റെയും അതുപോലെ തന്നെ ദേവദത്തിൻ്റെയും കുട്ടിയാണിത്. അപ്പോൾ യവനെ നമ്മൾ എവളെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കുതിര കാഴ്ചകൾ കണ്ടല്ല, നിങ്ങൾ പൂച്ച കാഴ്ചയല്ലേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ഹരിബായുടെ ഫാമിൽ നിന്നും കുറച്ച് കുതിര കാഴ്ചകൾ കാണാം അല്ലേ. അപ്പം കമാ. क्या नाम? माया. ये माया का बच्चा. ये इसका फादर राज प्रिंस. कितना महीना का पता नहीं. ठीक है, मैं वॉइस ओवर अलग करेगा, प्रॉब्लम नहीं.
ഇത് മെയിലാണ്. ഇത് രാജ് പ്രിൻസ് ആണ് ഇതിൻ്റെ ഫാദർ, ചാമ്പ്യൻ രാജ് പ്രിൻസ്. അതുപോലെ ഇത് വന്നിട്ട് മായ. ഇവൻ അമ്പയുടെ പുറകെ ഒന്നും മാറൂലല്ലേ എല്ലാരും? എവിടെ പോയി അവിടെ ഒന്ന് നിൽക്കും. അമ്മ കുഞ്ചു. എല്ലാരും അമ്മ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് അമ്മ ഇല്ലെങ്കിൽ ഒരു പാനിക് ആയി പോകുന്നത്. ഇപ്പൊ മറ്റേതിനെ കണ്ടില്ലേ? രാജ് പ്രിൻസ്. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ റോക്കി. ഓക്കെ, ഇപ്പം ഞാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹരിബായുടെ ഫാമിലാണ്. ഹരിബായുടെ ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹോഴ്സിനെ സ്നേഹിക്കുന്നവർക്ക് ഹരിബായുടെ ഫാം അറിയാം. പാലക്കാടാണ്. പാലക്കാടുള്ള ഹരിബായുടെ ഫാമിൽ നിന്ന് ഇതാരൊക്കെയെന്നറിയോ? മായ. ഇത് മായയുടെ സൺ വന്നിട്ട്, ഇതിൻ്റെ പേരൊന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഫാദർ വന്നിട്ട് പ്രിൻസ് രാജാണ്, ചാമ്പ്യനാണ്. അപ്പോൾ ഒരു ചാമ്പ്യൻ്റെ മകനാണിത്. ഒരു 6 മാസം പ്രായമായിട്ടുള്ള ഒരു ബേബി ഹോഴ്സാണിത്. ഓക്കെ, ഹായ് ബാ. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് കണ്ടല്ല. ഇതുപോലെ നമ്മൾ ആ പൂച്ചയൊക്കെ ഇതുപോലെ ആക്കുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ അടുത്ത ആളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ആളെ കാണാം. അടുത്ത ആൾ വരുന്നുണ്ട്. കുതിരയുടെ മേളയാണ് ഇവിടെ. അടുത്ത ചാമ്പ്യൻ ഹോഴ്സ്. ഓ സൂപ്പർ. इसका नाम काजल. ये काजल है. काजल बहुत फेमस है ना, बहुत फेमस घोड़ा है काजल. ये किसका बच्चा है? राज प्रिंस का. ये भी राज प्रिंस का बच्चा है. ये मेल है क्या? मेल. ഇത് മെയിൽ ഹോഴ്സ് ആണ്. രാജ് പ്രിൻസിന്റെ കുട്ടിയാണ്. ഓക്കെ, ഇവൻ കടിക്കോ? ബൈറ്റ് കരേगा? കുതിരേൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഭയങ്കര സൂക്ഷിച്ച് പോകണമെന്നാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുതിരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ എന്തുവാ, ഭയങ്കര ചാട്ടവും ഭയങ്കര ബഹളമാണ്. അപ്പം ഇപ്പം തന്നെ നമുക്ക് ഇതാണ്ട ഇവിടെ ഒരു ചെറിയ കുട്ടി ഇതാ അവിടെ ഇപ്പോൾ ഉണ്ട്. അവിടെ വേറെ ഒന്നുണ്ട്, അവിടെ വേറെ ഒന്നുണ്ട്. ഇത്രയും കുട്ടി കുതിരകളെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള കുതിരകളെ. ഓക്കെ, അല്ല റോഡ് സൈഡിൽ. ഇതാ അടുത്ത ആൾ വരുന്നുണ്ട്. ഈ കുതിരൻ്റെ പേരെന്തുവാ? കാവേരി. കാവേരി ആൻഡ് കാവേരി കാ ബच्चा. कावेरी का. ये किसका बच्चा है? ये देवरत का. हाँ, कलर चेंज है थोड़ा. अब कलर धीरे धीरे चेंज हो गया. हाँ, ये मेल है फीमेल है? मेल. आदिदेव नाम है इसका. राजदेव. आदिदेव. आदिदेव. ये कितना सा उम्र? 6 month. 6 month ആയുള്ളൂ. ദേവരത്തിൻ്റെയാണ്. ഇതാണ് കാവേരി. ആദിദേവ്. ആദിദേവ്. ഓ, കളർ ചേഞ്ച് ആയിരിക്കും.
ആദിത്യം ചേച്ചിയാണോ വെച്ച് നോക്കിയതാണോ എനിക്ക് തോന്നുന്നത്. ആദിത്യ अरेबियन कुदरे है क्या? अरेबियन है क्या? काठियावाड़ हटियावाड़ी। नाम क्या है? सरताज फेस लुक अरेबियन कुदरे എങ്ങനെയുണ്ട്? थोड़ा पीछे ही रहना भैया बना लो बस ഈ വെള്ളം ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഇതാണ് രാജ് പ്രിൻസ്. വീഡിയോ എടുത്തേ. ഇതാണ് ചാമ്പ്യൻ രാജ് പ്രിൻസ്. ഓ രാജ എന്നാ ലുക്ക് ലൈക്ക് രാജ है. ഇതിന്റെ ഷൂസ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലേ? നമ്മുടെ കുതിരയപ്പോൾ കുഴപ്പമില്ല, വെളിയിലെ കുതിരകളാണ് ഇപ്പോൾ ആക്ഷൻ വേറെയാണ്. ആക്ഷൻ വേറെയാണ്. അതെ അതെ അതെ. അതിൻ്റെ മോനെ എൻ്റെ മോൻ തന്നെ അല്ലേ? ആ ഫാദർ ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ. ഗ്രേ കളറിൽ വരുമോ? വൈറ്റ് ആവുമോ? അത് വൈറ്റ് ആകുമ്പോൾ കുറച്ച് കളർ. ദേവദത്തിന്റെ മോളാണ് ഇത്. ഇതാണ് ബേട്ടി, സ്വീറ്റ് ഹാർട്ട്. സ്വീറ്റ് ഹാർട്ട്. കുറുമ്പിപ്പെണ്ണ്.
സീറ്റായിട്ട് കൊള്ളാം അല്ലേ? സീറ്റായിട്ട് കുറച്ച് സീറ്റാ. എല്ലാം കഴിക്കുന്നു. എല്ലാം കഴിക്കല്ലേ? അതാണ്. സ്വീറ്റ് ഹാർട്ട്, സ്വീറ്റ് ഹാർട്ട്. അമ്മ ഇത് ഓക്കെ മാമ, അവളോക്കെ അല്ല വൈറ്റ് അല്ലേ? വൈറ്റ് ആണോ അച്ഛൻ? സ്വീറ്റ് ഹാർട്ട് നല്ല ഹൈറ്റ് വരും മോളെ, നല്ല ഹൈറ്റ് വരും അല്ലേ? അതെ, ഇപ്പോഴേ ഹൈറ്റ് ഉണ്ടോ? ഇതായില്ലേ? അതായത് ഫീമെയിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട്. ഇത് അമ്മ അങ്ങനെയാണല്ലോ. അതെ അതെ അതെ. അമ്മ പിന്നെ കട്ടിയൊക്കെ വലുതാണ്, സ്റ്റാലിൻ മരിയാണ് അതെ അതെ. അമ്മയെ. അതിന്റെ തലയെടുപ്പ് കണ്ടോ? കൊതുക് പിടിക്കുന്നുണ്ട്, അതാണ് ഈ കിടന്ന്. വീഡിയോ മോണ വാല് കണ്ടോ? മീറ്റിങ്ങിന് കൊണ്ടുപോയി ബാംഗ്ലൂർ ആംബുലൻസിനും സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് വരുമോ? അതാണോ? ട്രിവാൻഡ്രത്തേക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? അത് ഒറ്റ സ്ട്രെച്ചിൽ, ബിക്കോസ് ഇതിന് അതിന് ഫീഡ് ചെയ്യാനും വെള്ളം കൊടുക്കാനും ഒക്കെ അതിനകത്ത് സംവിധാനമുണ്ട്. സ്റ്റേബിളിൽ നിൽക്കുന്ന മാതിരി അവരങ്ങനെ നിൽക്കും അവിടെ. അപ്പൊ സ്റ്റേബിളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുമല്ലോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിടും, ബാഡക്കിലും കൊണ്ടുവിടും, അങ്ങനെയാണ്. ഫുഡ് നമ്മൾ കഴിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുമോ? ആക്ച്വലി It can eat some chapati, something like that. But you have to give it some milk for some time. ഇഡ്ഡലി കഴിക്കുന്ന ഒരു കുതിരുണ്ടല്ലോ ഇവിടെ. ഇഡ്ഡലി കഴിക്കും. ഇപ്പൊ ഞങ്ങളുടെ ഒരു സ്റ്റാലുണ്ട്, വിരാട് എന്ന് പറഞ്ഞിട്ട്. അവൻ ഇഡ്ഡലി വരുന്നതാണ്. അവനൊരു 25-30, പക്ഷെ അത് കൊടുത്ത് ശരിയല്ല. അത് എപ്പോഴെങ്കിലും കൊടുക്കുന്നത് ഓക്കെയാണ്. ഞാൻ കണ്ടായിരുന്നു വീഡിയോ. കണ്ടല്ലേ? ഇവിടെ നമ്മളായിട്ട് ഈ ഹോർസസ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. ചില ഹോർസസ് ഒക്കെ ഭയങ്കര അഗ്രസീവ് ആണ്. അത് കടിക്കും, കിക്ക് ചെയ്യും, ബൈറ്റ് ചെയ്യും. ഇവിടെ അങ്ങനെ ആരും കടിക്കുന്നവർ. സ്വീറ്റ് ഹാർട്ടിന് അമ്മ മാത്രം ഒരു വളരെ സ്ട്രോങ് മാനാണ്. അതായത് കുറെ ഷോസ് ഒക്കെ ജയിച്ച മാനാണല്ലോ. അപ്പൊ അത് സ്റ്റേബിൾ ഇറങ്ങുമ്പോ തന്നെ അതിന് ഫീൽ ചെയ്ത് ഒരു ഐശ്വര്യ റായ് ആണെന്ന് അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന് പുള്ളിക്കാരെ കണ്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല. കുഞ്ഞിന്റെ അടുത്ത് പോയപ്പോഴത്തേക്കും കുറച്ച് പ്രൊട്ടക്റ്റീവ് ആവുന്ന ഫീൽ ഉണ്ടോ? ഭയങ്കര അഗ്രഷൻ. ആളുണ്ട് ഒരു മെയിൽ ഒരു സ്റ്റൈലില്ലേ ഫീമെയിലിന് ശരിക്കും ഒരു മെയിൽ ലുക്ക് ഉണ്ടാകും. അതാണ് അതെ തലപ്പൊക്കവും അതെ അതെ അതെ. ഭയങ്കര എനർജിയാണ്. സീനായിട്ടാണ് ഇപ്പൊ കുളി കഴിഞ്ഞിട്ട് ഇപ്പൊ പോകുന്നത്. കുളി കഴിഞ്ഞു പോയത് എങ്ങനെയാ ഒരു ബാത്ത്? ഡെയിലി വേണ്ട, മന്ത്ലി അല്ല, നമ്മൾ അതിനെ ഡെയിലി ഗ്രൂം ചെയ്യണം. നമ്മുടെ ആളുണ്ടാവുമല്ലോ, അയാൾ അതിന്റെ മേലെ ഒരു ബ്രഷ് ഇട്ടിട്ട് ഡെയിലി അതിനെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇത്തിരി മസാജ് ചെയ്യണം അതിനെ. ആക്ച്വലി ആൾ ഏത് കളറിലേക്കായിരിക്കും ചേഞ്ച് ആവാൻ ചാൻസ്? ദേവ്രത്തിനെ കണ്ടില്ലേ? സെയിം കളറാകുമോ? സെയിം കളർ വരും. ഗ്രേ ആവും. ഓക്കെ.
ഗ്രേയും കുറച്ചൊരു ഡാർക്ക് കളറായിട്ടൊരു കോമ്പിനേഷൻ ആ കളറിലേക്ക് മാറുമോ? അല്ല ഗ്രേയിലേക്ക് മാറുമോ? മെല്ലെ മെല്ലെ ഗ്രേ ആവും. So over a period of 8-9 years it will become like Devar. So the color transition ലായിരിക്കും, continuous transition. അപ്പൊ മദറിന്റെ കളറിൽ ഒട്ടും കാണത്തില്ലല്ലേ? See, grey is the only color which will be born as black or brown and then it will turn grey. Mostly black ആയിട്ട് ജനിക്കുക. And if a father or mother is in grey color, there is 80% chances of that filly or the foal to be grey. അതല്ലാതെ വളരെ റെയർ ആയിട്ടേ ഗ്രേ കളർ വരുള്ളൂ. ഒന്നുമില്ലേ ഫാദർ അല്ലെങ്കിൽ മദർ, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഗ്രേ വേണം. എന്നാൽ 80% ദേവരത്തിന്റെ 80% ഫോൾസ് ഗ്രേ ആണ്. ഇപ്പൊ നമ്മുടെ ഓരോരോ കളറായിട്ട് കാണാൻ പറ്റും, ഓരോ കളറായിട്ട് കാണാൻ പറ്റും. ഓരോ സ്റ്റേജിൽ നമ്മൾ പറയില്ലേ, ഇപ്പൊ കുറച്ച് ഇപ്പൊ ബ്ലാക്ക് ആണ്, കുറച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഗ്രേഷ് ആണ്, പിന്നെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഈ സ്റ്റാർസ് അപ്പോൾ ആ ഒരു സ്റ്റേജ് വൈസ് ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. നമുക്ക് തന്നെ തോന്നാം ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ കാണാൻ പറ്റും. ആപ്പിൾ ഗ്രേ എന്ന് പറയും, റൗണ്ട് ആയിട്ട് ഒരു ആപ്പിളിന്റെ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഹാർട്ട് മാറുമായിരിക്കും അല്ലേ? ഫേസിലെ ഹാർട്ട് കുറച്ച് 8 years ഒക്കെ ആവുമ്പോൾ इसको देखते हैं आदिदेव और सीमा को मതി കുറച്ച് കുതിര വിശേഷങ്ങൾ സംസാരിക്കാം. ഞാൻ ഇത് എടുക്കാം. നമുക്ക് മൈക്ക് എടുത്തിട്ട് ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാല്, നിങ്ങളുടെ കണ്ടന്റ് നല്ലൊരു ഹോഴ്സ് ഒരാളുടെ വരുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഈ 6-7 സ്റ്റാലിയൻസും ഇത്ര നല്ല നല്ല മേർസും എല്ലാം ഒരുമിച്ച് നമുക്ക് വന്നു. അത് നമ്മൾ ദുബായിൽ ഇരുന്നിട്ട് വെറും ഫോട്ടോയും വീഡിയോ ഉണ്ട്, അത് ഇത് വാങ്ങിക്കാം അത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വാങ്ങി കുറെ ആ കൊറോണ കാലത്ത്. അന്നൊക്കെ ഇത് ആൾക്കാർ വിറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ അന്ന് ഒന്നും അറിയാതെ കുറെ വാങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴാണ് എടാ ഇത് എന്തൊക്കെയോ സംഭവം നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് നടക്കുന്നുണ്ട്. I'm very particular about it. I'm not looking at it as a business. I'm so passionate about it. So I went there, then all the horses started coming towards me. I started crying. Then I prayed that if I get all this back, no, then ഞാൻ തിരുപ്പതി വന്നിട്ട് മൊട്ടയടിക്കും. ഞാൻ ലൈവില് മൊട്ടയടിച്ചിട്ടില്ല. so much passion. അതല്ല അവര് ചീറ്റിയതല്ലേ, കുറച്ച് ആൾക്കാർ തിരിച്ചു ചേച്ചിയുടെ പാഷൻ അത് ഭയങ്കര പാഷൻ. ചിന്ന വയസ്സിലെ പിടിക്കുമോ അല്ല ചേച്ചി ചെറിയ വയസ്സിലെ ഇഷ്ടമാണോ? അതിനുശേഷം Once I saw Devrat in a picture, I said, I want this horse. 2020 I'm very much ഇതുപോലെ ഞാനും ഫസ്റ്റ് എനിക്കൊരു പൂച്ചയെ കാണിച്ചത്. ഈ പൂച്ച എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പൂച്ച ഒരു പ്രാവശ്യം കൊണ്ടുവന്ന ശേഷം പിന്നെ പൂച്ചയെ നോക്കേണ്ട ഫുൾ ഉത്തരവാദിത്വം ഇങ്ങനെ വാങ്ങിച്ചു പിന്നെ നമുക്കാണ് അതാണ് ഫോളോ അതാണ് പക്കത്തില്ല പിന്നാടി വരുത്. ചേച്ചിക്ക് എല്ലാവരുടെ പേരും അറിയാമോ? കുട്ടികളുടെ എല്ലാ പേരും അറിയാമല്ലേ? Okay. എന്റെ ഫേവറേറ്റ് അല്ല കുട്ടിയാണ്. അവന്റെ അത് എന്റെ ഫേവറേറ്റ് ആണ്. അത് ദേവരത്തിന്റെ കുട്ടിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? സീറ്റായിട്ട് വരും. കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അടുത്തിട്ട് വരാനല്ലേ? He is 5 months old. Quite tall. ഇവരുടെ പേരെന്നാ ഇതിന്റെ? ഇത് കാവേരി. കാവേരി 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 ഇവിടെ എല്ലാം നല്ല തൊട്ടിട്ട് അങ്ങനെ ഒരു പഴക്കമുണ്ട്, അത് വേണം അത്ര.
जरा आदि को पकड़ लो पकड़ेगा आएगा എല്ലാവരുമായിട്ടും ടെൻഷൻ ഭയങ്കര നല്ല തിരിയുന്നു. ഇവിടെ ആളിവിടെയാണെങ്കിലും ഫുള്ള് ഫോക്കസ് അവിടെയാ. അല്ല അവൾക്ക് അങ്ങനെ ടെൻഷൻ അവൾക്ക് അങ്ങനെ ടെൻഷൻ അവൾക്ക് അറിയാം കേസറാണ് ഭയങ്കര ടെൻഷൻ കേള്. ടെൻഷൻ കേള. അവളൊരു മെയിലിന്റെ ഒരു സ്റ്റാൻഡേർഡ് നേച്ചറാണ് അടുത്ത് സൈസ് അങ്ങനെയല്ല. സീറ്റാട്ടിന്റെ മമ്മി മമ്മി ഭയങ്കര പ്രശ്നം. മമ്മി ഭയങ്കര പ്രൊട്ടക്ട്. ഇവളിപ്പോ എല്ലാവർക്കും ശശിട്ടാ നമ്മുടെ ഇതില്ലേ മസാല ഇല്ലേ തിരികെ പുല്ലെടുക്കാൻ വരുന്നത് നേരൊക്കെ നോക്കിയാൽ പൊളി കയറല്ല. അയ്യോ പക്ഷെ നല്ല മെയിൻ്റെനൻസ് ആണ് കേട്ടോ ഇവരെല്ലാവരും. ഞങ്ങളിവിടെ മിനിങ്ങാന്ന് റൈഡ് ചെയ്തു കുറച്ച് പുല്ലെടുക്കി ശശി തൊടുമ്പോ എനർജി ഇവിടെ വാ ഇവിടെ വാ ഇവിടെ ഇത് മെയിലാണ് ഫോൾട്ട്. കളർ ചേഞ്ച് ആവുന്ന പാത്തയാ വൈറ്റ് കളറിന്റെ വരും. ഇത് ഗ്രേ മാതിരി ഗ്രേ മാതിരി വരും. ഇവിടെ കൊണ്ടുവരും ഇവിടെ ഇടും കട്ട് ചെയ്തു. wars and they have a very Their ancestors and everybody. they have a history History of. but they were almost extinct and then in the last 25 years there has been a revival of this breed just like all our this thing you know so ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ? അതെ, അപ്പൊ ഞാൻ സംസാരിച്ചു തുടങ്ങാം. പറഞ്ഞോളൂ. മൈസെൽഫ് ഹലോ ജോസഫ്. ഐ എം റോക്കി. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടുള്ളത്. പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകരി സ്റ്റാർട്ട് ഫാം, അതായത് ഹോഴ്സ് ഫാമിലാണ് നിൽക്കുന്നത്. ഇവിടെ ചെറിയ വിശേഷങ്ങളല്ല, വലിയ വിശേഷങ്ങളാണ് ഹോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ബേസിക്കലി എനിക്ക് ഹോഴ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. ലവറാണ്, ഞങ്ങൾ രണ്ടുപേരും ഹോഴ്സ് ലവേഴ്സ് ആണ്. അപ്പോൾ ഹോഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അറിയാത്ത ആളുകൾക്കും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ. നിങ്ങൾക്ക് ഹോഴ്സ് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ, അതിനെ എങ്ങനെ പരിപാലിക്കാം അല്ലെങ്കിൽ ഒരു ഹോഴ്സിനെ എങ്ങനെ നോക്കാന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഇതാ വരുന്നുണ്ട് സ്റ്റാർ. അവിടെ കണ്ടില്ല. क्या हो गया बेटा मस्ती क्या कर रहा है गुड बॉय गुड बॉय गुड दिस इज ഇതാണ് നമ്മുടെ ഇറ്റാലിയൻ ദേവ്രത് and he is a very famous horse in India. ഈ കളറിനെ ഗ്രേ എന്നാ പറയുന്നത്. ഇത് ജനിക്കുമ്പോൾ ഇവരെല്ലാം ബ്ലാക്ക് ആയിട്ട് ജനിക്കുക, കളർ മാറി മാറി ഇപ്പോഴും ആ ബ്ലാക്ക് സ്പോട്ട്സ് കാണും, ഫേസിന്റെ അവിടെയൊക്കെ ബ്ലാക്ക് ഉണ്ട്. ആൻഡ് ഇവര് വളരെ റെയർ കളറാണ്, ഗ്രേ കളർ. അത് അവർ പറയുന്ന ഹിസ്റ്റോറിക്കലി മഹാരാജാസ് യൂസ് ചെയ്ത ഹോർസസ് ഗ്രേ ഹോർസസ് ആണ്. പിന്നെ മന്ത്രിമാരൊക്കെ യൂസ് ചെയ്തത് ഒരു ബ്രൗൺ കളർ, ചെസ്നട്ട് കളർ. പിന്നെ ഈ ഭടന്മാരാണ് ബ്ലാക്ക് കളർ യൂസ് ചെയ്തത് പറയുന്നത് ഹിസ്റ്റോറിക്കലി. ഇപ്പൊ ബ്ലാക്ക് ആണ് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതെ, മാഡത്തിന്റെ ഏറ്റവും ഫേവറേറ്റ്. മാഡത്തിന് നമ്മളെക്കാളും ഫേവറേറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം വന്ന സമയത്ത് ആള് ഫസ്റ്റ് കുറച്ചേരം നോക്കി നിന്നിട്ട് ആൾക്ക് ഒരു ചെറിയൊരു സംശയം, ചേച്ചിയാണെന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഒന്ന് അടുത്ത് വന്നോടെ മനസ്സിലായല്ല, നമ്മളെ പോയി ആള് നമ്മളെ കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാഡം ഉള്ളത് കൊണ്ടാണ് അവനാ അതെല്ലേ.
എനിക്ക് ക്യാമ്പ് എടുത്ത് ഞാൻ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു താഴെ വന്നാൽ വരും. ഞാനിപ്പോ ചോദിച്ചു നമ്മളൊരു ദേവരത്തിന്റെ ഒരു കുഞ്ഞിനെ മേടിച്ചിട്ടല്ലോ. അതെ അതെ അതെ. നമ്മളപ്പം ദേവരത്തിന്റെയും അതുപോലെ തന്നെ കേസറിന്റെയും ബേബിനെയാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ പോണത്. ആക്ച്വലി അതെ അതെ അതെ. ബിഗ് ഫാമിലി ഞങ്ങളുടെ ഒരു സ്മോൾ ഫാമിലിയിലേക്ക്. അതെ അതെ. വളരെ സന്തോഷം തന്നെയാണ്. എന്താ പറയാ, ദേവരത്തിന്റെ കുട്ടി എന്ന് പറയുമ്പോൾ സ്പെഷ്യലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതെ 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 അതെ. അത് മാത്രല്ല എനിക്ക് തോന്നുന്നത് ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുകയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോ വേണമെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബേബിയെ കാണാം. അതെ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അതെ അതെ അതെ. ഇഷ്ടല്ല വേറെ ആരും തൊടാൻ പാടില്ല. തൊട്ടാ അവനൊരു പൊസസീവ് ആണ്. അവൻ വന്നപ്പോ എത്ര അഗ്രഷനോടെ വന്നത്. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ അവന്റെ സ്വഭാവം ഇപ്പൊ കാണിച്ചു തരാം. ബേട്ടാ ഭവാനി ഇതരാ थोड़ा आगे लेके जाओ. അപ്പോഴേക്കും അഗ്രഷൻ കാണിച്ചു. थोड़ा आगे लेके കവറിങ്ങിന് വരുന്നു എന്നുള്ള ഫീൽ. തല ഉയർത്തി ഉയർത്തി പിടിച്ചു നിൽക്കത്തുള്ളൂ. ടോട്ടൽ എനർജി ഡിഫറൻസ് പിന്നെ ഇത് റൈഡ് ചെയ്യും. എന്തോ ഹോട്ട് ബ്രീത്ത് അതെ അല്ലേ. കണ്ടോടെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും മറന്നു. When he doesn't like me, you've done that many times. That is what I'm telling you. But with me, he doesn't do. You can walk with me. എന്റെ കാലെടുത്ത് മാറ്റി മാറ്റി വെക്കും, എന്റെ കാലിൽ പെടാതിരിക്കും. പക്ഷേ ഒരുപാട് പേരെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്ന് ഇങ്ങനെ നിന്നിട്ട് suddenly it's so painful, you know. ചേച്ചിയോട് മാത്രമേ കൂട്ടുള്ളൂ. അല്ലെങ്കിൽ കാമാണ് ആൾ, അങ്ങനെ എന്നെ ഉപദ്രവിക്കണം എന്നൊരു ടെൻഡൻസി വേണ്ടിയില്ല. ചോദിച്ചു എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നല്ലേ പറഞ്ഞല്ലേ വന്നത്. അല്ല എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിക്കണം കുതിരയെ കുറിച്ചിട്ട്. വന്നിട്ട് ആളെ കണ്ടപ്പോ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാ. അതാ ഫുള്ള് മറന്ന്. അതാണ് അഴകല്ലേ. അഴക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അതാണ് കാര്യം. അതെ കുതിരയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിന്റെ ബേബിയാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അതില് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ആക്ച്വലി വീഡിയോസ്, അതായത് നമ്മൾ വീഡിയോസ് ഇപ്പോഴും കാണും. നിങ്ങളെ രണ്ടുപേരെയും വീഡിയോസിൽ കൂടെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പരിചയമാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ബേബി രാവിലെ കുറച്ചു നേരം ന്യൂസ് കാണും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുതിര ഉള്ളി കുതിര വീഡിയോ മാത്രമേ കാണുള്ളൂ. അതിൽ നിങ്ങളെ വീഡിയോ റിപ്പീറ്റേഷൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരാൾ ഞാനായിരിക്കും കേട്ടോ. എനിക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാ ഡയലോഗ്സും ഓർമ്മ ഉണ്ട്. അപ്പൊ ശ്രീ എന്തായാലും ഒരു ഇൻട്രോ കൊടുത്തേക്ക്. ഇവര് നമ്മുടെ ഫാമിലേക്ക് വന്നതുണ്ട്. ഗുഡ്. അതെ ഞങ്ങൾ ഇതുവരെ മലയാളത്തിൽ ഒരു വീഡിയോ ഇത് ഫസ്റ്റ് വീഡിയോ. അതെ ഞങ്ങൾ അതെ മലയാളത്തിലുള്ള ആദ്യമായിട്ട് ഇവിടുത്തെ ഈ ഫാമിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ചോദിച്ചോ കാര്യങ്ങള്. അപ്പൊ യു ജസ്റ്റ് സ്റ്റോപ്പ് ദാറ്റ് ആൻഡ് റീസ്റ്റാർട്ട് ഇറ്റ്. ഐ വാണ്ടഡ് ടു കീപ് ഇറ്റ് ദിസ് വേ. ഇൻസ്റ്റയിൽ വെയിറ്റ്. എല്ലാവർക്കും സുപരിചിതമായ മുഖങ്ങളാണ് അനു ജോസഫ്, റോക്കി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് ഇവരുടെ കുടുംബത്തിലേക്ക്. അതെ 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 അതെ. വലിയൊരു ഫാമിലിയിൽ നിന്ന് വലിയൊരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിയിലേക്ക് വരുന്നു. ഈ കാണുന്ന എന്റെ ഫേവറേറ്റ്, ഞങ്ങളുടെ ഫേവറേറ്റ് ദൈവത്തിന്റെ ഒരു കുട്ടി ഫാമിലിക്ക്. അപ്പൊ അതേക്കുറിച്ചുള്ള വീട്ടിലേക്ക് അപ്പൊ വീട്ടിൽ എങ്ങനെ എന്താണ്
എങ്ങനെയാണ് കൊണ്ടുപോകണം, അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്കും അറിയാനുണ്ട്, ഇവർക്ക് ചോദിക്കാനുണ്ട്. അതാണ് ഈ സെഷൻ. അതെ, ആക്ച്വലി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരിക്കലും കുതിരയായിട്ടല്ല, ഞങ്ങളുടെ ഒരു മകളായിട്ടാണ് ഞങ്ങൾ വിളിച്ചിട്ട് പോകുന്നത് ആളെ. ആൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയാണ് വരാൻ പോകുന്നത്. അവൾ കടന്നു വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി അവിടെ സംഭവിക്കുന്നത്, അതാണ് കാര്യം. അതെ, അവിടെ വന്നു കഴിഞ്ഞാൽ അവള് സന്തോഷം ഇരുന്ന് കഴിഞ്ഞാൽ സ്വീറ്റ് സന്തോഷമായിരുന്നാൽ ഞങ്ങൾക്ക് അതിപ്പരം സന്തോഷം വേണം. അതെ 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 അതെ, അവൾ സന്തോഷമായിട്ട് നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഞങ്ങളുടെ മകളെ അങ്ങോട്ട് വിടുന്നു. അതെ അതെ അതെ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം, അത് ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുള്ള ഒരു ഇതിലാണ് വന്നത്. പക്ഷെ ദേവരത്തിനെ കണ്ടതോടുകൂടി തന്നെ എല്ലാം മറന്നു, പഠിച്ചതൊക്കെ മറന്നെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ. പിന്നെ എന്തുവാ, സ്വീറ്റ് ഹാർട്ടിനെ നമ്മൾ ഒരു മാസത്തിന് മുമ്പ് വന്ന് കണ്ടായിരുന്നു. കണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ദേവരത്തിന്റെയും കേസറിന്റെയും ബേബിയാണ് സ്വീറ്റ് ഹാർട്ട്. കേസർ ഷോ വിന്നറാണ്, ദേവരത്ത് ഓൾവേസ് വിന്നറാണ്. അപ്പോ ഇവരെ ഒരു കുട്ടിയെ കിട്ടിയതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞാനൊരു എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 20 വർഷത്തെ ഒരാഗ്രഹമാണ് ഒരു കുതിരയെ മേടിക്കണം. അപ്പൊ അങ്ങനെ കണ്ടുപോയുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയൊരു സ്റ്റേബിൾ പണിതിട്ടിട്ടുണ്ട്. അപ്പം ജനുവരിയിൽ കൊണ്ടുപോകും, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. പിന്നെ അവനെ ഫുള്ളായിട്ട് കെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വാങ്ങുന്നുണ്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ല എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ എന്തെങ്കിലും നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വിളിച്ച് ചോദിക്കാം, ഒക്കെ ഉള്ള ഒരു ഇതാണ്. എന്താ പറയുക, അതിനൊക്കെ മുമ്പ് നിങ്ങള് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഇത്രയും എന്താ പറയാ, ഒരുപാട് ഫാമുണ്ട്, ഒരുപാട് കുതിരകൾ ഇപ്പൊ നമ്മള് ദുബായിലാണ്. നിങ്ങൾ എങ്ങനെ ഞങ്ങളെ കുറിച്ച് അറിഞ്ഞു? എവിടെ കാര്യം ഇപ്പം ബ്രീഡ് ഇപ്പൊ ഹോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രീഡാണെന്നാണ് എന്റെ വിശ്വാസം. സോ നല്ല ബ്രീഡ് ഞാൻ അത് സീരിയസ് ആയിട്ട് ഒരു ഹോഴ്സ് മേടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ആൾക്കാരെ, ഒരുപാട് ഫാം കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസും നിങ്ങളുടെ ഫാമിനെ കുറിച്ച് അറിഞ്ഞത്. യൂട്യൂബ് വഴിയാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോൾ ബാക്കിയുള്ളതായിട്ടൊക്കെ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ദേവരത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ദേവരത്തിന്റെ ഒരു കുട്ടിയെ കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഫാമിൽ നിന്ന് ഒരു കുട്ടിയെ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാമല്ലോ, ഞാൻ എവിടെ നിന്നാണ് കുതിര അടിച്ചത്, ഞാൻ ഹരിച്ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കുതിര മേടിച്ചതെന്ന് വെച്ചാൽ ഹരിച്ചേട്ടൻ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഹോഴ്സിനെ കുറിച്ച് കുറച്ച് ഇറങ്ങി ആൾക്കാരുടെ ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് എല്ലാവർക്കും ഹരിച്ചേട്ടനറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹോഴ്സ് എടുക്കണമെങ്കിൽ അത് ഹരിച്ചേട്ടൻ തന്നെ എടുക്കാം. അങ്ങനെ കഷ്ടപ്പെടുത്തി നല്ല രീതിയിൽ വിളിച്ച് മെസ്സേജ് അയച്ചു. പിന്നെ പുള്ളിക്കാരൻ റെസ്പോണ്ട് ചെയ്യണമല്ലോ. അപ്പൊ ആളെ കുറച്ച് ബിസി ആയിട്ടുള്ള ആളല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ബിഗ് ബോസിനൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എന്റെ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്ത് ഫസ്റ്റ്. അപ്പോഴാണ് പിന്നെ ചേട്ടൻ തിരിച്ചു വിളിച്ച് നമ്മൾ സംസാരിച്ച് ചേട്ടൻ നിങ്ങൾ എന്ന് വരാനാ പ്ലാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, ചേട്ടൻ നാളെ വരാനാ പ്ലാൻ ചെയ്തത്. സത്യം പറഞ്ഞ ഒരു പ്ലാനും എപ്പോഴും യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു ചേട്ടാ. ചേട്ടൻ ചോദിച്ചു എന്ന് വരാനാ പ്ലാൻ. ഞാൻ വിളിച്ചിട്ട് നാളെ വരാൻ പ്ലാൻ. അപ്പൊ ഇവിടെ വെച്ചേ നാളെ പോകാനാ. അപ്പൊ നമ്മൾ നാളെ പോകുന്നുണ്ട്. നമ്മള് എനിക്ക് രാത്രി 11 മണി എന്തോ ആയി ഇവിടെ എത്തി. അങ്ങനെ രാത്രി തന്നെ ഫസ്റ്റ് കാണുന്ന സ്വീറ്റ് ഹാർട്ടിനാണ്. നേരെ അവിടോട്ട് പോയിട്ടാണ് ആളെ കാണുന്നത്. സ്റ്റേബിൾ അവിടെ ഉണ്ടായിരുന്നു. ആളും മാത്രം കൂടി ഇങ്ങനെ പോയി. പക്ഷെ ആളാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് കണ്ടു, അത്ര മാത്രമേ കണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് ക്വാളിറ്റിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് സീറ്റ് ആട്ടിനെ മതി. നമ്മൾ വീണ്ടും അതിലങ്ങ് സ്റ്റക്ക് ഓൺ ആയി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, എനിക്ക് കുറച്ച് വീഡിയോ എടുത്ത് അയച്ചു തരും, എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് അയച്ചു തരും. അപ്പൊ ഇവിടെ നിന്ന് ശശി ചേട്ടനും അതുപോലെ തന്നെ ഭവാനിയൊക്കെ ഉണ്ട്. അവിടെ നമ്പർ ഞാൻ മേടിച്ചിട്ട് പോയി. അപ്പൊ ഞാൻ എവിടെ വിളിച്ച് ചോദിക്കും എനിക്ക് കുറച്ച് വീഡിയോ. അങ്ങനെ എന്റെ കയ്യിൽ കുറെ വീഡിയോസ് ഇതൊക്കെ ഉണ്ട്, ഞാൻ ഡെയിലി എടുത്ത് കാണുന്ന പരിപാടി. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ വീഡിയോസ് റിപ്പീറ്റ് വെച്ച് ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് 2 മാസത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹരിയേട്ടൻ ഇടയ്ക്ക് കണ്ടു ഇങ്ങനെ റോക്കിയും അനു ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് വീഡിയോ കണ്ടിട്ട് എടുത്ത് അയച്ചു കൊടുക്കും. അതാണ് കൺവിൻസ്ഡ് ആയത്. അല്ലെങ്കിൽ എന്നെ വരാളെ എനിക്ക് കൊടുക്കണം ഹരിയേട്ട എന്നൊക്കെ ഞാൻ പറയാം. ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിലോട്ട്. പിന്നെ ആദ്യത്തെ അറ്റാച്ച്മെന്റ് സത്യം പറഞ്ഞാൽ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ഫാമില് ദേവരത്തിന്റെ ഫസ്റ്റ് കുട്ടി ആ കുട്ടി
ആൺകുട്ടി അവനും പെൺകുട്ടി അതാണ്. അപ്പൊ ഇതിനെ കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ. എന്നുവെച്ചാല് ഇതിനെ രണ്ടിനെയും വാങ്ങിക്കാൻ ഇന്ത്യയിൽ മുഴുവൻ ആൾക്കാർ ഇവിടെ നിങ്ങൾ കൊടുക്കാണെന്ന് ചിന്തിക്കുക വേണ്ട, ഇവിടുന്ന് ഒരാൾ ആ വീട്ടിലേക്ക് മാറിയെന്ന് മാത്രം ചിന്തിച്ചാൽ ഇവിടെ അല്ല, ഇവിടെ എന്താ അറിയാമോ ഞാൻ പറയട്ടെ, ഇവിടെ ആര് കുതിര വാങ്ങിക്കാൻ വരുന്നവരും ഒരാളും കുതിരയെ വാങ്ങുന്നു എന്ന് പറഞ്ഞ് വന്നാൽ ഇവിടെ എൻട്രി ഇല്ല. അത് നമ്മളൊരു സ്നേഹത്തിന്റെ പുറത്തും നമുക്കൊരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മളത് ചെയ്യുന്നതാണ്. നോട്ട് എ കമേഴ്ഷ്യൽ ഡിസിഷൻ. മോസ്റ്റ്ലി കമേഴ്ഷ്യലി വളരെ ചുരുക്കം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ ഞാൻ ഇൻവോൾവ് ആവില്ല. അതൊക്കെ അവരെ വെച്ചിട്ട് നോക്കി കുതിര ഇന്ന വിലക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ഇമോഷണൽ ആയിട്ട് മാത്രമേ നമ്മൾ ഒരാൾക്കൊരു കുതിര കൊടുക്കൂ. കുട്ടിയെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റൈഡിംഗ് പർപ്പസിനായിട്ടല്ല നമ്മൾ വാങ്ങിക്കുക. അറിയാലോ, കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരാളായിട്ട് അല്ലല്ല, അത് വളർന്ന് വലുതായി നിങ്ങൾ റൈഡിങ് ചെയ്യണം. നിങ്ങൾ റൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ആള് വളർന്ന് വരണമെങ്കിൽ ഒരു 3 വർഷത്തേക്ക് നമ്മൾ വരുമല്ലോ. ടൈം എടുത്തിട്ടല്ലേ, 2 വർഷം. തട്ടിയിടാൻ നോക്കണം, കാരണം ഞാൻ ഈ ഹാറ്റ് എടുത്ത് ഇതിന്റെ തലി വെച്ചു കൊടുക്കും. അതാണ് ഈ തട്ടി ഇഷ്ടമല്ല ആൾക്ക്. ഇത് വെറുതെ എടുത്ത് തട്ടിക്കളയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ വെച്ചാ വെച്ചില്ല. കുറച്ചു നേരം നടന്ന് അവനോട് സംസാരിക്കണം. അപ്പൊ ഇങ്ങനെ തലയിൽ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയി അത് കഴിയുമ്പോൾ ഇപ്പൊ അവൻ കാമായി നിൽക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഹി ഡസൻ വാണ്ട് ടു ഹേർട്ട് us or do anything. ഇതേ പിള്ളേർ പിടിച്ചു കഴിഞ്ഞാൽ വേറെ മൂടാവും. He will behave differently. He'll start showing his attitude and power ഒക്കെ കാണിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പല പല വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ മമ്മിയും കൂടെ കാണാം, അതുപോലെ തന്നെ നമ്മൾ വാങ്ങാൻ പോകുന്ന കൂട്ടുകാരനെയും കൂടെ ഒന്ന് കാണാം അല്ലേ? അപ്പൊ ഓക്കെ. We have to run with this. He won't walk. If I want, he will walk slowly also. കറക്റ്റാ പാതിട്ടുണ്ട്. முடி இருக்குது, அழகா இருக்கு. அப்பவே இது முடி கட்டி இதை கட் பண்ணி இருக்கு. Hello. Come here, come here. ആരെന്നോട് എന്നെ മുട്ടാൻ, അതാണ് ആദ്യയുടെ രീതി. ആറ്റിറ്റ്യൂഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഒരു പേടിയില്ല നിൽക്കണണ്ട. അതെ, Protective. See, Kaveri is becoming very protective. കൂട്ടിട്ട് പോയല്ലേ? പൊടി പാറിക്കും, ഇറക്കി വെക്കണാ പറയണത്. ഞാൻ ഇവിടെ മൊത്തം പൊടി പാറിക്കും. എപ്പോഴും വേറെ പിന്നെ നന്നായി നോക്കണം. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പറയാം.
അവർ കെട്ടിയിട്ടിട്ട് ജസ്റ്റ് അപ്പോൾ നമ്മൾ ഷോനൊക്കെ പോകുമ്പോൾ അതൊരു പ്രശ്നമാകും. അപ്പോൾ നമ്മൾ ഇഫ് യുവർ ഐഡിയ ഇസ് ടു ടേക്ക് ഹർ ഫോർ ഷൂസ് ഉണ്ട് ആ സമയത്ത് ഇവർ ചിലപ്പോഴേ അവർക്ക് അറിയില്ല ചില സമയത്ത് സുൽത്താൻ. ഓക്കെ പേരറിയാം നല്ല രീതിയിൽ. പക്ഷേ അങ്ങനെ ഒന്നും എടുക്കുമല്ലോ. സുൽത്താൻ നിക്കാലേക്കാ വീഡിയോ ഇന്ത്യയിലുണ്ടാവും. അപ്പോൾ അത് സൗത്തിൽ നമുക്ക് ഇതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഇങ്ങനെ അങ്ങനെയല്ലേ ഞങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് വന്നത്. അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുള്ളൂ ഞങ്ങൾ രണ്ടുപേരും. അല്ലാണ്ട് ഇതൊന്നും even അത്ര കഴിവ് he is also a champion in many shows and ഇവന്റെ ഒരു 10-20 കുട്ടികൾ ഓൾറെഡി തമിഴ്നാടും കേരളത്തിലും ഇറങ്ങിക്കഴിഞ്ഞു. വെരി ബ്യൂട്ടിഫുൾ റൈഡിങ്ങിന് ബെസ്റ്റ് ആണ്. ഞങ്ങളിതില് ഞാനിവനെ ശരിക്കും റൈഡ് ചെയ്യാൻ എൻജോയ് ചെയ്യുന്ന ഒരു ഹോർസാണ്. വെരി സ്ട്രോങ്ലി ബിൽഡ് ഹെവി ഹോർസാണ് അവൻ. അവനെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. ഈസ് സച്ച് മോനെ എങ്ങനെ ഒരു ഫുൾ റൗണ്ട് അടിച്ച് അവൻ്റെ ഫുൾ എടുത്തിട്ട്. സോ അതൊക്കെയാണ് നമ്മുടെ സുൽത്താൻ്റെ. ഈ ഒരു ഇത് പറയുമല്ലോ, നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും കുതിര മേടിക്കാൻ പറ്റത്തില്ല. അതെ 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 കുതിര തരുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ. അതാണ് കുതിര നമുക്ക് വരണമെങ്കിലല്ലേ അതിലൊരു വിധി ഉണ്ടാവണം. അതെ അത് ഞാൻ ഇവിടെ മാത്രമല്ല, എൻ്റെ അടുത്ത് ഇത് രാജസ്ഥാനിലും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു. ബേസിക്കലി ഇതൊക്കെ ഞാൻ പറഞ്ഞു, അവരോട് ചോദിച്ചു ഏതൊക്കെ, ഞാൻ പറഞ്ഞു ഞാൻ ഈ കുതിരയെ മേടിച്ചു ആ കുതിരയെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കടിച്ചു ഡയലോഗ് അടിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇനി എന്തുണ്ടെങ്കിലും നിങ്ങൾക്കൊന്നും ഒരു കുതിരയെ വാങ്ങിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു. എന്നെ ഹരിഭായ് എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയൊക്കെ പോയിട്ട് അവരൊക്കെ നമ്മളെ ഹരിഭായ് എന്നാക്കി. ഹരിഭായ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹരിഭായ് ആപ്കി കോയി ഔക്കാത്ത് നീ ഘോഡ ഖരീദ്നേക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യോं ഭായ് ऐसा क्यों बोल रहे हो? അപ്പോൾ അവർ പറഞ്ഞു കുതിര ചില കുതിരകൾക്ക് നിങ്ങളുടെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് സമയത്തിനൊരു യോഗം ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വരും. അല്ലാതെ നിങ്ങളുടെ യോഗ്യത കൊണ്ടോ നിങ്ങൾ കാശ് കൊടുത്തത് കൊണ്ടോ, കാശുള്ള എത്രയോ പേരുടെ കുതിരയില്ല, അതും ഒരു നല്ല കുതിര വാങ്ങിക്കാനും കിട്ടില്ല. എല്ലാം മനസ്സിലായി മോനെ, എല്ലാം വാങ്ങിക്കാൻ കിട്ടില്ലടാ, അതന്നെ പറഞ്ഞത്, വാങ്ങിക്കാൻ കിട്ടില്ല. എല്ലാം മനസ്സിലായി കേട്ടോ. ഭയങ്കര ഫാൻ ഫോളോവേഴ്സാണ്. ഇവനൊരു ഷോവിന് ഇവിടെ തമിഴ്നാട് ഒരു റിങ്ങിൽ പോയിട്ട് ഓപ്പോസിറ്റിൽ വരുന്ന കുതിരയുടെ മേലെ ചാട്ടി കയറി അടിക്കാൻ പറ്റും. ആ കുതിര പറന്നു അവിടെ പേര് ആളും സുൽത്താൻ തന്നെ. കുതിരയെ അടിച്ചു. അറേബ്യൻ ബ്രീഡ് ഓൾമോസ്റ്റ് ഇന്റെ സൈസ് തന്നെ ആയിരിക്കും. എന്താണ് പ്രശ്നം? This is our കാഠിയാവാടി സ്റ്റാലിയൻ. കാഠിയാവാട് ഗുജറാത്തിലെ ഒരു റീജിയൻ ആണ്. അപ്പോൾ അവിടുന്ന് വരുന്ന സ്റ്റാലിയൻ ആണിത്. നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന മിക്കവാറും കുതിരകളെ എല്ലാവരും കാഠിയാവാടി എന്ന് പറയും. പക്ഷേ കാഠിയാവാടി ഒറിജിനൽ ആരുടെ അടുത്തും ഇവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർവാടിയും പിന്നെ ഏതെങ്കിലും കുതിരയൊക്കെ മിക്സ് ചെയ്തതിനൊക്കെ അവർ കാഠിയാവാടി എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത്. പക്ഷെ ഒറിജിനൽ കാഠിയാവാടി ഇവനാണ്. ഇവന്റെ ആ പവർ കണ്ടില്ലേ, ഇവന്റെ ആറ്റിറ്റ്യൂഡും. ഇവന് ബേസിക്കലി ഇവൻ ഒരു 4-5 ഷോ ജയിച്ചിട്ടുണ്ട്. അതല്ലാതെ എൻഡ്യൂറൻസ് റേസ് 20 കിലോമീറ്റേഴ്സ് ആൻഡ് 40 കിലോമീറ്റേഴ്സ് ഇവൻ അങ്ങനെ പല ഷോസും വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹിസ് ഗോട്ട് എ ടെമ്പറമെന്റ് വിച്ച് റിയലി കാണാൻ സൈസിൽ ഏറ്റവും ചെറുതാണെങ്കിലും ഏറ്റവും ഹൈപ്പർ സ്റ്റാലിയൻ ഇവനാണ്.
and he's not a young guy. Yeah? He's almost around 15 years old. 15 years. 15 years old. Okay. നമ്മുടെ ഏറ്റവും പ്രായമുള്ള ആളാണ്. ഏറ്റവും പ്രായമുള്ള ആളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ ബഹളം ഉണ്ടാക്കുന്നത് ഇവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they are all war horses. ഇവരൊക്കെ യുദ്ധത്തിന് വേണ്ടി പണ്ട് കാലത്ത് യൂസ് ചെയ്താണ്. So they have to have that energy and attitude when they are in front of anybody or any horse or any people, you know, and they have that beautiful energy in them, you know. ഇത് എവിടെ നിന്ന് എടുത്ത് വെച്ചേട്ടെ? ഇത് എനിക്ക് ഗുജറാത്തിൽ നിന്ന് എനിക്ക് അവിടെ ഈ കാഠിയാവാടി ഹോർസ് അസോസിയേഷൻകാര് ഞാൻ ആക്ച്വലി കാഠിയാവാടിൽ പോയ സമയത്ത് അവരെന്നെ ഒരു റൈഡിന് കൊണ്ടുപോയി ഈ കാഠിയാവാടി. വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ റൈഡിന് കൊണ്ടുപോയിട്ട് അവരെന്നോട് പറഞ്ഞു, ഹരിഭായ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് ഒരു കാഠിയാവാടി സ്റ്റാലിയൻ വെക്കണം, എന്താ വെച്ചാൽ യുനോ അറ്റ്ലീസ്റ്റ് അവിടെ ഇത് അറിയണം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഗിഫ്റ്റ് തന്നാണ് നമുക്ക്. സർത്താജ് ബ്യൂട്ടിഫുൾ സ്റ്റാലിയൻ. ഞാൻ പറഞ്ഞില്ല അതാണ് നമ്മൾ വി ആർ ലക്കി ദാറ്റ് യു നോ ഓൾ ദീസ് സ്റ്റാലിയൻസ് ആർ കമ്മിങ് ടു അസ്. അപ്പുറത്ത് അതാണ് വേറെ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാ കളർ, എല്ലാ ടൈപ്പ്, എല്ലാ ബ്രീഡ്, എല്ലാ ടൈപ്പ് ഓഫ് ഹോർസസും നമുക്ക് ഇവിടെ വന്നു. മീൻസ് ഇതൊക്കെ വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ദാറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. അല്ലാതെ ഇപ്പം എന്താ പറയുക, നമ്മുടെ കഴിവ് കൊണ്ടല്ല അത്. നമ്മൾ കാഠിയാവാരിയും കണ്ട് അല്ലേ, മാർവാരി. बेटा जरा एक लेके जा और इधर थोड़ा सा ഒരു പവർ നമുക്ക് കാണാം. ഇത് ചേട്ടാ ഓടിക്കോ? അനുമ വന്നോ? ഓസ്കാർ ഇവനാണ് ഓസ്കാർ. ഓസ്കാർ മൈക്ക് എവിടെയാണോ? ഇവനാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു കാലത്തെ കിടിലം കൊള്ളിച്ച ഷോകൾ എല്ലാരെങ്കിലും 9 ഷോസ് കണ്ടിന്യൂസ് ആയി വിൻ ചെയ്ത സ്റ്റാലിയനാണ്. അത് കൊറോണ വരുന്നതിന് മുമ്പ്. ഓസ്കാർ ഇവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ് പഞ്ച് കല്യാൺ. പഞ്ച് കല്യാൺ എന്ന് പറയുമ്പോൾ ഈ ഫേസിലെ ബ്ലേസ്, 4 കാലും വെള്ള സോക്സ് ഇട്ട പോലെ. അവന്റെ ഹൂഫും വെള്ളയാണ്, കണ്ടോ? മറ്റേത് കുതിരയുടെ ഹൂഫ് ബ്ലാക്ക് ആവും, അപ്പൊ അത് പഞ്ച് കല്യാൺ ആവില്ല. ഇത് മൊത്തം എല്ലാം കൂടെ ലക്ഷണം ഒത്തു വരണം, എന്നാലാണ് അത് പഞ്ച് കല്യാൺ ആവുന്നത്. ഇവനല്ല ഈ ഷോയില് ചേട്ടൻ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇനി കൊണ്ടുവരല്ലോ, ബാക്കിയുള്ളവർക്ക് കൂടെ വിജയിക്കല്ലേ. ഇവനെ ഇപ്പൊ ഷോയില് കൊണ്ടുപോകുമ്പോ എല്ലാവരും ഈ പൂർവ്വകാല വിന്നർ അല്ലേ, അപ്പൊ അവനെ നിങ്ങളൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കൈയടിയൊക്കെ വാങ്ങി ഒരു ഇതൊക്കെ കൊടുത്തിട്ട് അവനെ പറഞ്ഞേക്കും. അവനെ എന്താ പറയാ, പിന്നെ ഒരു കാലത്ത് ഇവന്റെ ടെമ്പർമെന്റ് ഇവൻ ഭയങ്കര അഗ്രഷനായിരുന്നു. അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല നമുക്ക് അടുത്ത്. ബട്ട് ഇവിടെ വന്നതിന് ശേഷം അവൻ ആ കെയറും ഇതൊക്കെ കിട്ടി മെല്ലെ 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 ആളിപ്പോ ഒരു ബെറ്റർ ടെമ്പർമെന്റ്. എന്നാലും ചില സമയത്ത് അവന്റെ പഴയ ബുദ്ധി കാണിക്കും. കുറച്ച് കെയർഫുൾ ആയിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. അതെ അതെ. പക്ഷെ ആളുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. ദിൽഷാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുതിരുണ്ടല്ലോ അല്ലേ, അവന്റെ ഒരു ഫേസ് അല്ലേ. ഇതാണ് ഓസ്കാർ. അപ്പോൾ ഓസ്കാറിന്റെ വിശേഷങ്ങള് സത്യം പറഞ്ഞാല് അല്ലേ, നമ്മളിതൊക്കെ കണ്ടിട്ട് ആകെ മൊത്തം വണ്ടർ അടിച്ചിരിക്കുകയാണ്.
അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നല്ലാതെ കൂടുതൽ ചോദ്യങ്ങളൊന്നും അറിയത്തുമില്ല. चल बेटा लेके जाओ अभी कौन रहा है राजपूत picture. That's why I wanted to take a picture. ഓ അത് സൂപ്പർ കേട്ടാ, അത് നൈസ് പറഞ്ഞേ. മാഡം ആണ് ഫോട്ടോഗ്രാഫർ. പ്രകാശ് ഭായി ஃபேஸ் எல்லாம் பாருங்க சீட்டாட்டோட தண்ணி டிஃப்ரெண்டாக இருக்கு இல்லையா கொஞ்சம். ग्रे मारवाना हां फुल ग्रे Benny, sweetheart. It's growing well. आज എന്തെങ്കിലും സ്വീറ്റ് കൊടുത്തിട്ട് വേണം പയ്യെ പയ്യെ പോവാന്ന് പറയുവേ. ओके നിങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ സ്ലോ സ്ലോ ഓക്കെ ഓക്കെ ബേബി
ഇങ്ങോട്ട് വന്നു. എപ്പുറത്താ നീ അപ്പുറത്ത് പോ. ഞാനാ യെസ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നങ്ങനെ റോക്കി ആൻഡ് അനു നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട്. അതെ, അവരുടെ ബേബി സ്വീറ്റ് ഹാർട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. താങ്ക് യു. താങ്ക് യു. സ്വീറ്റ് ഹാർട്ട് ഇപ്പോൾ ജസ്റ്റ് ഷീ ഈസ് 3-4 months old. So she is away from her mother and she is a little bit stressed. Oh no, she is going to Anu. Wow, good. Very good. എന്നാരാ ഇല്ല Okay, good. ഓ റിലാക്സ് Okay. എന്നാരാ ഓ Okay. എന്നെ പറ്റി വഴക്ക് പറഞ്ഞു കുഞ്ഞിനെ എല്ലാരും കൂടി അറിയോ? വേണ്ട ഇല്ല നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് നിന്നാ. അതെ. ഇത് രാജാ. അതിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കാമായി എങ്ങനെയാ Okay, beta. Okay. കാമാക്കണം നമ്മൾ ഇങ്ങനെ അവർക്ക് മനസ്സിലാവും നമ്മൾ കാമായി. Very good. അനു, ശ്രീ ഇങ്ങോട്ട് വരും. ഒരു ഫോട്ടോ എടുത്ത് ക്ലിക്ക് അനുവിന്റെ അടുത്ത് പറഞ്ഞേ. ചേച്ചിനെ സ്മെല് ചെയ്ത് നോക്കി എന്നെ സ്മെല് ചെയ്ത് നോക്കുന്നുണ്ട്. ഇല്ല അമ്മ തന്നെ കേട്ടോ, അമ്മ തന്നെ പോട്ടെ. ഓ എന്നാ ഇല്ല വേണ്ട മാല വേണ്ട. അത് ഊരിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കായിരുന്നു. വന്നു റോക്കി വാ, ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അവിടെ റെഡി. അങ്ങോട്ട് അവിടെ വാ. മെല്ലെ Congratulations. Congratulations. Thank you. Congratulations. Thank you. Baby. Come. Baby. आजा बेटा, इधर बेटा. ഇവിടെ നോക്കടാ. Baby. Oh. Okay. Good girl. ഉള്ളി കാണാമോ? ഒരു വീഡിയോ എടുത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് റോക്കി, അനുവിനും മോനും. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. നമ്മുടെ ദേവരത്തിന്റെ കുട്ടി. And you know, it's a beautiful filly. നിങ്ങളുടെ അവിടെ നന്നായി വളരട്ടെ, നല്ല പേരുണ്ടാവട്ടെ. എന്നാടാ ബേബി ആ പോട്ട്. ഓക്കെ, ആരാണ് വഴക്കുണ്ടാക്കി കുട്ടിയോട്? छोड़ दो बेटा. थैंक यू. ठीक है बेटा, ले जाओ. ओके, एक काम करें भवानी, इसको इसके माँ के साथ ही छोड़ दे यार कुछ दिनों के लिए. नहीं अभी वापस नहीं छोड़ना, अभी नहीं छोड़ना, अब नहीं छोड़ना, अब वापस प्रॉब्लम हो जाएगा. दाना खाती है ना? दाना चारा पानी सब कुछ खाती है. ഒരു പ്രോബ്ലം ഇല്ല. അയ്യോ എന്നാണ് പ്രശ്നം? എന്നാണ് മുഖത്തേക്ക് പോകേണ്ടത്? മുഖം അവന് പേടിയാണ്. वहाँ पर जाएंगे तो ये പെണ്ണേ माँ के साथ रहेगी, तो पास में जाएंगे तो भी इतना फर्क नहीं पड़ेगा. यहाँ के लिए रहेगी, पास में जाएगी. ഇങ്ങനെ നമ്മൾ തൊടുന്നതിന് പകരം ലെറ്റ് ഹർ കമന്റ് ഇങ്ങനെ വന്ന് പതുക്കെ മൂപ്പർ അപ്പൊ പേടി മാറും. അങ്ങനെയാണ് മണത്ത് ഒരു ടൈമിൽ കുറച്ചില്ലല്ലോ. അപ്പൊ അതൊക്കെ ശരിയായിക്കോളും. 2 days.
അതൊക്കെ തന്നെ ഇതൊക്കെ ഹോട്ട് കാലിന് ഒന്ന് മാത്രം വൈറ്റ് ആണ് അല്ലേ? അതെല്ലാം ഒരേ കളർ. പക്ഷേ ഇത് ഇവിടെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടല്ലേ? ഫേസ് സത്യം ഇതിനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട് ഇപ്പോ. സത്യം സത്യം നമ്മൾ നോക്കി എങ്ങനെ വളർത്തുന്നത് ചേട്ടാ. അതിന് ഒന്നല്ലേ ഉള്ളൂ, ഒന്നാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് സ്നേഹിച്ച് വളർത്താമല്ലോ. അതെ आराम से प्यार से लेके जा, तुम घसीट मत उसको. वो मेरे भाई घोड़े नो ऐसे नहीं हैंडल करते बेटा, जरा प्यार से. अपने लवर को ऐसे बात करता है ना. ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാതിന്റെ വരുമല്ലേ? ഓക്കെ തന്നെയല്ലേ? അയ്യോ നീ എന്താ നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും പോയടേ പോയി. ഇതിന്റെ പവർ കാണിച്ചു തരാമെന്നാണ്. അനുവിനും മോനും ഓൾ ദി ബെസ്റ്റ് വിഷസ്. നമ്മുടെ ദേവരത്തിന്റെ കുട്ടി, ആൻഡ് യുനോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫില്ലി. നിങ്ങളുടെ അവിടെ നന്നായി വളരട്ടെ, നല്ലൊരു പേരുണ്ടാവട്ടെ. ഓക്കെ ആരവിടെ വഴക്കുണ്ടാക്കി കുട്ടിയോട്? ചേട്ടതെ ബേട്ടാ, ചലോ, താങ്ക് യു. ठीक है बेटा, ले जाओ. ഇന്നങ്ങനെ റോക്കി ആൻഡ് അനു നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട്. അതെ, അവരുടെ ബേബി സ്വീറ്റ് ഹാർട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു both of you. Thank you. Thank you. Sweetheart ipo just she is 3-4 months old, so she is away from her mother and she is a little bit stressed. Oh no, she is going to Anu. Wow, good. Very good. ഇല്ല Okay, good. Okay. ബേബി അറിയോ? ഒന്നും ചെയ്യണം, അങ്ങനെ പിടിച്ചാൽ ഓക്കെ. ഇല്ല നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് നിന്നാ. അതെ ഇത് രാജാവേട്ട പോട്ടെ കണ്ടോ, ഹാർട്ട് ബീറ്റ് പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് തടവുന്നതിനേക്കാൾ ജസ്റ്റ് ഹോൾഡ്. കീപ് കാം. അതിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കാമായി ഇങ്ങനെ ജസ്റ്റ് കീപ് ലൈക്ക് ദിസ്. അപ്പൊ ഇങ്ങനെയാണ് കാമാക്കണം. നമ്മള് ഇങ്ങനെ അവർക്ക് മനസ്സിലാവും നമ്മൾ കാമായി. വെരി ഗുഡ്. അനു, ശ്രീ ഇങ്ങോട്ട് വരുന്നു ഈ സൈഡ്. ഇല്ല ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. ഒരു ഫോട്ടോ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റന്റ് ആളാണല്ലേ. നമ്മളിപ്പോഴും ഫേസ്ബുക്കും യൂട്യൂബും